കോഴിക്കോട്ടെ മുസ്ലിം ലീഗ് തട്ടകമായ കുറ്റിച്ചിറയിൽ പാർട്ടിക്ക് തലവേദന ഉയർത്തി ഇടത് പിന്തുണയോടെ ജനകീയ വികസന മുന്നണി മത്സര രംഗത്ത്. ലീഗ് നേതൃത്വത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് രൂപീകരിച്ച ഗ്രീൻ സ്റ്റാർ ആണ് വികസന മുന്നണിയെ നയിക്കുന്നത്. ലീഗിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ തങ്ങൾക്ക് പുതുചരിത്രം രചിക്കാനാകുമെന്നാണ് ജനകീയ വികസന മുന്നണിയുടെ പ്രതീക്ഷ. ഇസ്മായിൽ സാഹിബ്, ബാഫക്കി തങ്ങൾ തുടങ്ങി നിരവധി മുസ്ലിം ലീഗ് നേതാക്കളെ നെഞ്ചേറ്റിയ നാടാണ് കോഴിക്കോട് കുറ്റിച്ചിറ. നേതാക്കൾക്ക് ഭക്ഷണവും വിശ്രമവുമെല്ലാം ഒരുക്കിയ കുഞ്ഞിത്താൻ മാളിക വീടിപ്പോൾ പാർട്ടിയോട് മുഖം തിരിഞ്ഞു നിൽപ്പാണ്. തറവാട്ടിലെ പുതുതലമുറയുടെ നേതൃത്വത്തിൽ മറ്റൊരു പച്ചക്കൊടി കുറ്റിച്ചിറയിൽ ഉയർന്നു, ഗ്രീൻ സ്റ്റാർ. ഈ വാർഡിൻ്റെ ഒരു ഭാഗം തീരദേശത്തോട് ചേർന്നിട്ടുള്ള പിന്നോക്ക ജനവിഭാഗം തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ്. അവിടെ അടിസ്ഥാന സൗകര്യം പോലും ഒരു മനുഷ്യൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ പോലുള്ള സൗകര്യങ്ങളില്ലാത്തതാണ്. EMS ഭവന പദ്ധതി കൊണ്ടുവന്നു. അപ്പോൾ EMSൻ്റെ പേരിൽ ഈ ഭാഗത്തൊരു വീട് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൗൺസിലർ അത് തടസ്സപ്പെടുത്തിയത്. ബൈത്തുറമ കൊടുക്കാൻ. എന്നിട്ട് ഈ പ്രദേശത്തുള്ള ഒരു പാവപ്പെട്ടവനിക്ക് ബൈത്തുറമയും കൊടുത്തിട്ടില്ല. UDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സര രംഗത്തിറങ്ങാൻ ഗ്രീൻ സ്റ്റാർ തീരുമാനിച്ചു. ഇടതു പിന്തുണയോടെ ജനകീയ വികസന മുന്നണിയാണ് മത്സര രംഗത്തുള്ളത്. 4 തലമുറ ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ഇവിടെ നിലനിർത്താൻ നിന്ന ആളുകളെ നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ പാർട്ടിൻ്റെ അകത്ത് എന്താ സംഭവിച്ചെന്നുള്ളത് പാർട്ടി പഠിക്കണം. മുസ്ലിം ലീഗെന്നും വലിയൊരു വിഭാഗം ഇപ്പം പാർട്ടിൻ്റെ പുറത്താണ്. ആ വിഭാഗവും ഇവിടുത്തെ മത സാംസ്കാരിക മുസ്ലിം ലീഗും കോൺഗ്രസും അല്ലാത്ത എല്ലാ സംഘടനകളും ഉൾക്കൊള്ളുന്ന ഒരു ജനകീയ മുന്നണി രൂപീകരിച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ മത്സരത്തിനെ നേരിടുന്നത്. വനിതാ പട്ടിക വിഭാഗ സംവരണ വാർഡായ കുറ്റിച്ചിറയിൽ വലിയ പറമ്പിൽ ശാന്തയാണ് ജനകീയ വികസന മുന്നണിയുടെ സ്ഥാനാർത്ഥി. റിപ്പോർട്ടർ, കോഴിക്കോട്.